ഹായ് ഗൈസ്, വെൽക്കം ടു ഷാലിഹ നൈസൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നൂഡിൽസാണ്. അതും മിക്സഡ് നൂഡിൽസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തക്കാളി, ഗ്രീൻ പീസ്, ബീൻസ്, മല്ലിയില, ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചത്, മുട്ട, ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, കുരുമുളകും ഉപ്പും ചേർത്ത് കലക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ നൂഡിൽസ് 2 എടുത്തിട്ടുണ്ട്. മാഗിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മാഗി ഉണ്ടാക്കാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും മാഗി ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർക്കാൻ പോവാണ്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബീൻസും ചേർക്കുന്നുണ്ട്. അപ്പം ബീൻസും തക്കാളിയും സവാളയും കൂടി നന്നായി വഴറ്റുകയാണ്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായി മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾസും ആഡ് ആക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്രഷ് ചെയ്ത മുളകാണ്. അപ്പം നമ്മൾ മുളക് ചേർക്കുന്നത് ഇത്തിരി എരിവിനും അതുപോലെ തന്നെ ചെറിയൊരു സ്പൈസിക്കും വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. മിക്സാക്കിയ ശേഷം നമ്മൾ അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ കുരുമുളക് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് നന്നായി കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി സോയാ സോസ് ചേർക്കുകയാണ്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സോയാ സോസ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ചേർക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ട ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് നന്നായി ചിക്കി എടുക്കാം. മുട്ട നന്നായി ചിക്കി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. നന്നായി മിക്സാക്കിയ ശേഷം നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ബൗളെടുത്ത് മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ മിക്സ്. ഈ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാഗി ഉണ്ടാക്കാം. പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 മാഗിക്കുള്ള 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് നമ്മൾ മാഗി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാഗിയും വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വെന്ത് വരുന്ന ടൈമിലാണ് നമ്മൾ നമ്മളുടെ മാഗി മസാല ചേർത്ത് കൊടുക്കുന്നത്. മാഗി മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഈ മസാലയും മാഗിയും കൂടി നന്നായിട്ട് മിക്സാക്കാം. എല്ലാ ഭാഗത്തേക്കും നമ്മൾ മസാല എത്തിക്കുന്ന വിധം മിക്സാക്കി കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളം വറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ മാഗിയും സെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മളുടെ മാറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാറ്റി വെച്ച മസാലയും മാഗിയും കൂടി മിക്സാക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളം നന്നായി വറ്റിയിട്ടുമുണ്ട്, അത്യാവശ്യം മാഗി വെന്തിട്ടുമുണ്ട്. നമ്മളിപ്പോൾ മിക്സാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് മല്ലിയില ചേർക്കാം. ഇത്തിരി മല്ലിയില ഇട്ട ശേഷം ഒന്നും കൂടി നന്നായി സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്കി ആയിട്ടുള്ള മാഗിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.